ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് ഡ്രാഗൺ ബോൾ ഹക്കായുടെ പാർട്ട് 10 ആണ്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ പാർട്ടിൽ നമ്മുടെ ബീറസിന്റെ ചെറിയൊരു സ്റ്റോറിയാണ് പറഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ യൂണിവേഴ്സ് 6 ആണ് കാണിക്കുന്നത്. ഇവിടെ നമ്മുടെ ഗോക്കും ഒഡിസും ആണെങ്കിൽ ഫേസ് ടു ഫേസ് നോക്കിയിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗോക്കു വിചാരിക്കും എന്റെ കൂടെ ഫൈറ്റ് ചെയ്യണം എന്ന് ഇവൻ ഇത്രയധികം വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇവൻ ചില്ലറക്കാരനല്ലല്ലോ, അതുകൊണ്ട് ഞാനിപ്പോൾ ഏത് ട്രാൻസ്ഫോർമേഷനിലാണ് മാറേണ്ടത് എന്ന് ആലോചിക്കുകയാണ്. അതായത് ആദ്യമേ മുഴുവൻ പവർ എടുത്തു കഴിഞ്ഞാൽ ഇവന്റെ സ്പെഷ്യൽ മൂവ്സും കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഏറ്റവും ചെറിയ പവറുള്ള ട്രാൻസ്ഫോർമേഷനിൽ മാറാമെന്ന് വിചാരിച്ചാലോ അത് ചിലപ്പോൾ പണി കിട്ടാനും ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഗോക്കു ഒരു വീക്ക് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷനിൽ മാറിയാലും അതുപോലെ അത്രയധികം പവർഫുൾ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷനിൽ മാറിയാലും കുഴപ്പമാണ്. അങ്ങനെ ഗോക്കു കുറച്ചു സമയം ആലോചിച്ച് സൂപ്പർ സൈൻ 3 ട്രാൻസ്ഫോർമേഷന്റെ ആ ഒരു മുഴുവൻ പവറും പുറത്തു കൊണ്ടുവരുന്നു. അതായത് ഇപ്പോൾ ഗോക്കുവിനെ നോക്കിക്കഴിഞ്ഞാൽ ഗോക്കു ബേസ് ഫോമിലാണ് ഉള്ളത്, എന്നാൽ സൂപ്പർ സൈൻ 3യുടെ പവറിലും ആണ് ഉള്ളത്. അതായത് ഇപ്പോൾ ഗോക്കു ഗോഡാണ്, അതുകൊണ്ട് തന്നെ ഒരു ട്രാൻസ്ഫോർമേഷന്റെ ആവശ്യമില്ലാതെ തന്നെ ആ ഒരു പവർ മുഴുവനായും പുറത്തേക്ക് കൊണ്ടുവരാൻ നമ്മുടെ ഗോക്കുവിന് സാധിക്കും. അങ്ങനെ ഇത് കാണുന്ന നമ്മുടെ ഒഡിസുവിനും പ്രത്യേകിച്ചൊന്നും മനസ്സിലാകുന്നില്ല. ഈ ഒരു പവേഴ്സ് വെച്ച് ഫൈറ്റ് ചെയ്യാനാണ് കരുതുന്നുവെങ്കിൽ അതൊന്നും ഇവിടെ വർക്കാകില്ല മോനെ, നീ കുറച്ചുകൂടി നിന്റെ പവേഴ്സ് കൂട്ടി എന്ന് നമ്മുടെ ഗോക്കുവിനോട് പറയുന്നു. അങ്ങനെ നമ്മുടെ ഗോക്കു പറയും ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു. കാരണം ഗോക്കു ഇപ്പോൾ തന്നെ ഓൾറെഡി മുഴുവൻ പവർ എടുത്തു കഴിഞ്ഞാൽ അത് ശരിയാകില്ല. ഗോക്കു ഇപ്പോൾ തന്റെ പവർ ഒരു ബാലൻസ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഗോക്കു നമ്മുടെ ഒഡിസുവിനെ പഞ്ച് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴേക്കും അതുപോലെ തന്നെ ഗോക്കു പുറകിലോട്ട് തിരിച്ചു വരുന്നു. അതായത് എന്താണ് സംഭവിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോക്കു ഒഡിസുവിനെ പഞ്ച് ചെയ്യാൻ വേണ്ടി അവന്റെ അടുത്ത് എത്തുമ്പോഴേക്കും അവന്റെ ആ ഒരു ഭീകരമായിട്ടുള്ള പവർ സെൻസ് ചെയ്ത് അതുപോലെ തന്നെ പുറകിലോട്ട് വന്നതാണ്. അങ്ങനെ ഇവിടെ ഗോക്കു പറയാൻ തുടങ്ങും അവൻ പറഞ്ഞത് ശരിയാണ്, ഞാനിവിടെ കുറച്ചുകൂടി ഒരു വേറൊരു ട്രാൻസ്ഫോർമേഷനിൽ മാറണം. അങ്ങനെ നമ്മുടെ ഗോക്കു പറയും ഇവൻ ഒരു ഗോഡ് ആയതുകൊണ്ട് തന്നെ ഗോഡ് ട്രാൻസ്ഫോർമേഷനിലേക്ക് മാറാമെന്ന് പറയുന്നു. അങ്ങനെ ഇത് കേട്ട് ഒഡിസു പറയും നിങ്ങൾ പൊതുവെ സയൻസ് സൂപ്പർ സൈൻ ഗോഡിന് പകരം സൂപ്പർ സൈൻ ബ്ലൂ അല്ല യൂസ് ചെയ്യാറ്. അങ്ങനെ ഇത് കേട്ട് നമ്മുടെ ഗോക്കും പറയും ശരിയാണ്, നമ്മൾ സൂപ്പർ സൈൻ ഗോഡിന് പകരം അതിന്റെ മറ്റൊരു വേർഷൻ ആയിട്ടുള്ള സൂപ്പർ സൈൻ ബ്ലൂ ആണ് യൂസ് ചെയ്യാറ്. എന്നാൽ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ട്രാൻസ്ഫോർമേഷൻ കുറച്ച് വ്യത്യാസമായിട്ടുള്ളതാണ്. അങ്ങനെ ഇപ്പോൾ ഗോക്കുവിനെ നോക്കിക്കഴിഞ്ഞാൽ ഗോക്കുവിന്റെ ഹെയർ ഒക്കെ പതിയെ റോസ് കളറിൽ മാറാൻ തുടങ്ങും. ഞാനിവിടെ പറയേണ്ട ആവശ്യമില്ല, ഇപ്പോൾ ഗോക്കു സൂപ്പർ സൈൻ റോസേ ഫോമിലാണ് ഉള്ളത്. അതായത് നമ്മുടെ ഗോക്കു ബ്ലാക്ക് ഒക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷൻ. അങ്ങനെ ഗോക്കു പറയും ഞാൻ പണ്ടൊരു മോർട്ടൽ ആയിരുന്നു, പക്ഷെ ഞാനിപ്പോൾ ഒരു ഡിവൈൻ ബീങ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റോസേ ഫോമിലേക്ക് മാറിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ ഇതൊക്കെ കണ്ട് പിന്നെയോ ഒഡിസു പറയും ഇതൊന്നും എന്റെ അടുക്ക വർക്കാകില്ല മോനെ, നീ ഏതൊരു ട്രാൻസ്ഫോർമേഷനിലും വന്നോ എന്നാലും നീ എന്തായാലും ഡിഫീറ്റ് ആകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പിന്നെയും പറയുന്നു. അങ്ങനെ ഇത് കേട്ട് പിന്നെയും നമ്മുടെ ഗോക്കു ആ ഒരു സൂപ്പർ സൈൻ റോസയിൽ ഒഡിസുവിനെ അടിക്കാൻ വേണ്ടി പോകുന്നു. എന്നാൽ നേരത്തെ എന്താണോ ഉണ്ടായത് അതുപോലെ തന്നെ ഗോക്കു പിന്നെയും പുറകിലോട്ട് വരുന്നു. അപ്പോഴാണ് ഗോക്കു പറയുന്നത് ഈ ഒരു സൂപ്പർ സൈൻ ഗോഡിൽ തന്നെ അങ്ങനെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോക്കു സൂപ്പർ സൈൻ ഗോഡിൽ കയോക്കിൻ മിക്സ് ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ സമയം നമ്മുടെ ഒഡിസു ജസ്റ്റ് ഒന്ന് സ്ക്രീം ചെയ്യുന്നതേ ഓർമ്മയുള്ളൂ, ഗോക്കു തെറിച്ചടിച്ച് വീഴുന്നു. അങ്ങനെ ഒഡിസു പറയും ഞാൻ ഓൾറെഡി നിന്നോട് പറഞ്ഞു ഈ ഒരു ചീപ്പായിട്ടുള്ള ടെക്നിക്കൊക്കെ വെച്ച് എന്നെ ഡിഫീറ്റ് ചെയ്യാൻ നിനക്ക് കഴിയില്ല മോനെ, സെലസ്റ്റിയൽ മേജിലെ മറ്റുള്ള ആൾക്കാരെക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ, കൂടാതെ മറ്റു ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷനേക്കാൾ പവർഫുൾ ആയതും, നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിന്റെ ടൈം വെറും വേസ്റ്റ് ആക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒഡിസു പറയുന്നു. അങ്ങനെ ഇത് കേട്ട് ഗോക്കു തന്റെ കയോക്കിൻ 20 ടൈംസ് പിന്നെയും കൂട്ടുന്നു. അങ്ങനെ ഗോക്കു പെട്ടെന്ന് തന്നെ ഒഡിസുവിന്റെ നേരെ ഒരു കാമേഹാമേഹ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒഡിസു പറയും ഇതൊക്കെ എന്റെ വിൻഡ് ബാരിയർ നോക്കിക്കോളും എന്ന് പറയുന്നു. അപ്പോഴേക്കും ഒഡിസുവിന്റെ മുന്നിൽ ഒരു ബാരിയർ ക്രിയേറ്റ് ആയി ആ ഒരു കാമേഹാമേഹ തനിക്ക് ഒന്നും തന്നെ എഫക്റ്റ് ആവുന്നുമില്ല. അങ്ങനെ ഗോക്കു പിന്നെയും പറയും ഇതൊക്കെ ഞാൻ ചെയ്യുമ്പോൾ നിനക്ക് ബോറടിക്കുമെന്ന് എനിക്ക് അറിയാം. അങ്ങനെ അതും പറഞ്ഞ് നമ്മുടെ ഗോക്കു കയോക്കിൻ 15 ടൈമിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഗോക്കു നല്ല കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ ഫൈറ്റ് ചെയ്യുന്നത്. എന്നാൽ ഒഡിസുവിനാണെങ്കിൽ ഒന്നും തന്നെ സംഭവിക്കുന്നുമില്ല. നമ്മുടെ ഗോക്കു കാലിൽ നിന്ന് കാമേഹാമേഹയൊക്കെ യൂസ് ചെയ്ത് വളരെ സ്പീഡിൽ വന്ന് ഫൈറ്റ് ഒക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട്. അങ്ങനെ ഈ സമയം നമ്മുടെ ഒഡിസു ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഗോക്കുവിനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത് അവിടെ ട്രാപ്പ് ചെയ്ത് വെക്കുന്നു. അതോടെ ഗോക്കു അവിടെ വീഴുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഗോക്കു പിന്നെയും പറയും ഞാൻ ഒരിക്കലും എന്റെ പവർ മുഴുവൻ പുറത്തെടുക്കാൻ പാടില്ല, കാരണം അവന്റെ ബേസിക് മൂവും അറ്റാക്സ് ഒന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് പിന്നെയും പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഒഡിസു പറയാൻ തുടങ്ങും നീ ഇത്രയും സമയം ഒരു മോർട്ടലിനെ പോലെയാണ് ഫൈറ്റ് ചെയ്തത്, നീ ഒരു ഗോഡാണ്, നീ നിന്റെ ഗോഡ്സിന്റെ പവർ പുറത്തേക്ക് കൊണ്ടുപോവാ എന്ന് പറയുന്നു. അങ്ങനെ ഗോക്കു തന്റെ ആ ഒരു ഗോഡിന്റെ പവർ മുഴുവനായും പുറത്തേക്ക് കൊണ്ടുവരുന്നു. ആ ഒരു എനർജി ഓഫ് ഡിസ്ട്രക്ഷൻ ഗോക്കുവിന്റെ ബോഡിയിലൊക്കെ ഒരു ഓറ പോലെ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഇതിനുശേഷം നമ്മുടെ യൂണിവേഴ്സ് 7 ആണ് കാണിക്കുന്നത്. അങ്ങനെ വെജിറ്റ പതിയെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഞാൻ ജീവനോടെയുണ്ട്. അപ്പോൾ കൂളറോ എന്ന് പറഞ്ഞ് അവനെ നോക്കുമ്പോഴേക്കും കൂളർ പതിയെ
വാനിഷ് ആയി പോകുന്നുണ്ടാകും. അങ്ങനെ വെജീറ്റ പറയും ഞാൻ ഫൈനലി ജയിച്ചു. പക്ഷേ ഇവിടെയുള്ള അന്തരീക്ഷം കുറച്ച് ടൈറ്റ് ആയിട്ടാണ് ഉള്ളത്. കൂടാതെ ഓക്സിജനും കുറഞ്ഞു വരികയാണ്. ഞാൻ ഇവിടെ മരിക്കാൻ പോവുകയാണ് എന്നാണ് തോന്നുന്നത്. പക്ഷെ എന്തായാലും കുഴപ്പമില്ല. എന്റെ അതേ ഈക്വൽ ആയിട്ടുള്ള ഒരു വാരിയറെ ഡിഫീറ്റ് ചെയ്താണ് ഞാനിവിടെ മരിക്കുന്നത്. ഞാനിപ്പോൾ ഗോകുവിനേക്കാൾ പവർഫുൾ ആയിട്ട് ഉണ്ടാവുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെജീറ്റ ആലോചിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ വെജീറ്റയുടെ ബോധവും പോകുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം പിന്നെയും നമ്മുടെ ഗോകുവിനെ കാണിക്കുന്നു. അങ്ങനെ നമ്മുടെ ഗോകുവിനെ കണ്ട് ഒഡീസു പറയും ഇവൻ എന്തോ പറ്റിയിട്ടുണ്ട്. ഇവന്റെ പവേഴ്സ് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നും കൂടിയില്ല. ഇവൻ ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷന്റെ പവർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവന്റെ ഹെയറിന്റെ കളർ എന്താ ഇങ്ങനെ വൈറ്റ് ആയിരിക്കുന്നത്? അപ്പോഴേക്കും നമ്മുടെ ഗോകുവിനെ നോക്കിക്കഴിഞ്ഞാൽ ഗോകുവിന്റെ ആ ഒരു എനർജി ഓഫ് ഡിസ്ട്രക്ഷൻ അതുപോലെ തന്നെ അൾട്രാ ഇൻസ്റ്റിക്റ്റും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫോമിലാണ് പുള്ളിക്കാരനുള്ളത്. അപ്പോഴാണ് നമ്മുടെ ഗോകുവും വാഡോസും മുൻപ് ട്രെയിനിങ് ചെയ്ത പല കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നു. അതായത് മുൻപ് നമ്മുടെ വാഡോസ് ഗോകുവിനെ ട്രെയിനിങ് ചെയ്യുമ്പോൾ വാഡോസ് പറയും നീ അടിപൊളിയായിട്ടാണ് ട്രെയിനിങ് ചെയ്യുന്നത്. ഇതുവരെ ഒരു ഗോഡ്സ് പോലും ഇതുപോലെ ഈ ഒരു പവേഴ്സിന്റെ ആഴത്തിൽ ഇറങ്ങി ട്രെയിനിങ് ചെയ്തിട്ടില്ല. അൾട്രാ ഇൻസ്റ്റിക്റ്റിൽ തന്നെ ഈ ഒരു എനർജി ഓഫ് ഡിസ്ട്രക്ഷൻ പവർ എടുക്കുന്നത് തന്നെ വേറെ ലെവലാണ് ഗോകു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വാഡോസ് പറയുന്നുണ്ട്. എന്നാൽ വാഡോസ് ഇവിടെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്തൊക്കെ ചെയ്താലും ഈ ഒരു പവർ നീ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം, അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സിന് അത് വലിയൊരു ആപത്താണ് എന്നും പറയുന്നു. അങ്ങനെ ഗോകു പറയും അത് ശരിയാണ്, ഞാൻ ഈ ഒരു രണ്ട് ഫോമും ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോൾ എന്റെ ഉള്ളിൽ കാമായി ആ ഒരു അൾട്രാ ഇൻസ്റ്റിക്റ്റിലും പുറത്താണെങ്കിൽ ഗോഡോ ഡിസ്ട്രക്ഷൻ ആയി എല്ലാത്തിനെയും ഡിസ്ട്രോയ് ചെയ്യണം എന്നൊരു മൈൻഡ് സെറ്റിലുമാണ് ഉള്ളത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് വിസിനോട് ചോദിക്കും. കാരണം ഈ ഒരു ഡിസ്ട്രക്ഷൻ പവറും അതുപോലെ അൾട്രാ ഇൻസ്റ്റിക്റ്റും വെവ്വേറെ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോഴാണ് നമ്മുടെ വാഡോസ് പറയുന്നത് നീ ആദ്യം ഇതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല, നീ ആദ്യം നിന്റെ പവേഴ്സ് ബാലൻസ് ചെയ്യും, അതുപോലെ നീ പ്രോപ്പറായി ഹക്കായി യൂസ് ചെയ്യാനും പഠിക്കും. ഹക്കായി യൂസ് ചെയ്യാൻ പഠിക്കുമ്പോഴേക്കും നിന്റെ എനർജി ഓഫ് ഡിസ്ട്രക്ഷൻ ഒക്കെ നീ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ ശരിയാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ വാഡോസ് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും ഗോകുവിന് അത്രയ്ക്കൊന്നും അത് മനസ്സിലാകുന്നുമില്ല. അങ്ങനെ വാഡോസ് പിന്നെയും പറയും ഒരു ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷന്റെ പദവി എന്നത് ചുമ്മാ ഓരോ പ്ലാനറ്റിൽ പോയി ഡിസ്ട്രോയ് ചെയ്യുന്നത് മാത്രമല്ല, യൂണിവേഴ്സിൽ തന്നെ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യണം. അതാണ് നിങ്ങളുടെ റൂൾ. അതായത് നീ എന്തിനെയാണോ ഇല്ലാണ്ടാക്കേണ്ടത് അതിനെ എന്തായാലും നീ ഇല്ലാതാക്കണം. നീ ഒരു പ്ലാനറ്റിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന സമയത്ത് നിനക്ക് ആ ഒരു പ്ലാനറ്റിനോടുള്ള കരുണയും ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. എല്ലാം നല്ലതിനാണ് ചെയ്യുന്നത് എന്ന് കരുതി നിന്റെ മനസ്സ് നല്ലതുപോലെ വയ്ക്കണം. എന്നാൽ മാത്രമേ നിന്റെ ഈ ഒരു പവേഴ്സും ട്രെയിനിങ്ങും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് കാര്യമുള്ളൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോഴാണ് ഗോകു മറ്റൊരു കാര്യം വാഡോസിനോട് ചോദിക്കുന്നത്, നിങ്ങൾ ഈ ഒരു ന്യൂട്രലിറ്റി എന്ന് പറയുന്നില്ലേ, അതെന്താണ് സംഭവം? അൾട്രാ ഇൻസ്റ്റിക്റ്റ് യൂസ് ചെയ്യുമ്പോഴും നിങ്ങൾ പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഡിസ്ട്രക്ഷൻ പവർ യൂസ് ചെയ്യുമ്പോഴും അത് പറയുന്നുണ്ട്. അങ്ങനെ ഇത് കേട്ട് വാഡോസ് പറയും ഈ ഒരു അൾട്രാ ഇൻസ്റ്റിക്റ്റും അതുപോലെ തന്നെ ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷനും ഒരു കോയന്റെ ഇരുവശങ്ങൾ പോലെയാണ്. ഇത് രണ്ടും വേറെ വേറെ ആണെങ്കിലും രണ്ടിനും പ്രധാനമായിട്ടുള്ള ഒന്നാണ് പ്യൂരിറ്റി. നീ അൾട്രാ ഇൻസ്റ്റിക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നിന്റെ മനസ്സ് ശാന്തമായി ഒരു ഫീലിംഗ്സും ഇല്ലാതെ നിന്റെ ബോഡി ഓട്ടോമാറ്റിക് ആയിട്ട് മൂവ് ആവുന്നില്ലേ, അതുപോലെ തന്നെ നീ ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു കരുണയോ കുറ്റബോധമോ ഒന്നുമില്ലാതെ ഒരു ഫീലിംഗ്സും ഇല്ലാതെ ഇതും യൂസ് ചെയ്യാൻ പഠിക്കണം. ഇതൊക്കെ നോക്കി നീ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിനക്ക് ഈസി ആയിട്ട് ഈ ഒരു അൾട്രാ ഇൻസ്റ്റിക്റ്റില് ഈ ഒരു ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ ഇതൊക്കെ കേട്ട് നമ്മുടെ ഗോകു പറയും ഞാൻ ഇതുപോലെ ഒന്നും നോക്കാതെ ഒരു ഫീലിംഗ്സ് പോലും ഇല്ലാതെ ഓരോന്ന് ചെയ്യുന്ന സമയത്ത് ഞാനും മൃഗവും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത്? ഞാൻ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് എന്റെ ഉള്ളിലെ ആ ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി എല്ലാം പോകില്ലേ? അപ്പോഴാണ് ഇത് കേട്ട് നമ്മുടെ വാഡോസ് പറയുന്നത് നീ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മോർട്ടലായിരിക്കുന്ന സമയത്താണ്, ഇപ്പോൾ നീ ഒരു ഗോഡാണ്, അത് നീ മറന്നു പോകരുത്. അങ്ങനെ അതിനുശേഷം പിന്നെയും നമ്മുടെ ഗോകു ഒഡിസുവിനെയാണ് കാണിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഗോകുവിനെ നോക്കിക്കഴിഞ്ഞാൽ അൾട്രാ ഇൻസ്റ്റിക്റ്റിൽ ആ ഒരു ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് പുള്ളിക്കാരനുള്ളത്. അങ്ങനെ ഇത് കണ്ട് ഒഡീസ് പറയും ഇത് കൊള്ളാമല്ലോ, അൾട്രാ ഇൻസ്റ്റിക്റ്റിൽ ഡിസ്ട്രക്ഷൻ പവർ മിക്സ് ചെയ്തോ, ഇനി ഫൈറ്റ് കുറച്ച് അടിപൊളിയായിട്ട് പോകുമെന്ന് പറയുന്നു. അങ്ങനെ ഇവർ തമ്മിൽ റിയൽ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഇവരുടെ ഫൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ വേറെ ലെവലിലാണ് പോകുന്നത്. അങ്ങനെ ഇവർ ഫൈറ്റ് ചെയ്യുമ്പോഴാണ് ഒഡീസുവിന് മനസ്സിലാകുന്നത്, അതായത് ഗോകു ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഏഞ്ചൽസ് യൂസ് ചെയ്യുന്നത് പോലെയാണ്. അതായത് ഏഞ്ചൽസ് എങ്ങനെയാണോ കാമായിട്ട് അൾട്രാ ഇൻസ്റ്റിക്റ്റിൽ ഒരു ഫ്ലോ ആയി ഫൈറ്റ് ചെയ്യുന്നത് അതുപോലെയാണ് ഗോകുവും ഫൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഗോകു തന്റെ കയ്യിൽ എനർജി ഓഫ് ഡിസ്ട്രക്ഷൻ എടുത്ത് ഒഡിസുവിനെ അടിക്കാൻ പോകുമ്പോഴേക്കും ഒഡിസു അവിടെ നിന്നും ഒഴിഞ്ഞു മാറുന്നു. അപ്പോഴേക്കും നമ്മുടെ ഒഡിസു പറയും നീ എനിക്ക് പറ്റിയ ഓപ്പണന്റ് തന്നെയാണ്, പക്ഷെ നീ എന്റെ ഫുൾ പൊട്ടൻഷ്യൽ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. നീ ഒരു കാര്യം മറന്നു പോകരുത്, ഞാൻ സെലസ്റ്റിയൽ മേജിലുള്ള ഒരാളാണ്, എനിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ഗോകുവും പറയും ആയിക്കോട്ടെ, നീ നിന്റെ പവേഴ്സ് മുഴുവൻ പുറത്തെടുക്കുക, അവസാനം ആരാണ് ജയിക്കാൻ പോകുന്നത് എന്ന് നോക്കാമെന്നും പറയുന്നു. അങ്ങനെ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇടിമിന്നലും ചുഴലിക്കാറ്റും പോലുള്ള പല സംഭവങ്ങളും ഉണ്ടാകാൻ തുടങ്ങുന്നു. അതായത് ഈ ഒരു പ്ലാനറ്റിലുള്ള ക്ലൈമറ്റ് തന്നെ മാറാൻ തുടങ്ങുന്നു. അതുപോലെ നമ്മുടെ ഗോകുവിനെ നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ കുറച്ച് ദേഷ്യത്തിലുമാണ് ഉള്ളത്. ആ ഒരു ഫേസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഈവിളായിട്ട് പോലെയുള്ളത് നമുക്ക് തോന്നും. അങ്ങനെയാണ് ഒഡീസു പറയുന്നത് ഇനി ഞാൻ എന്റെ മാജിക് പവേഴ്സ് ഒക്കെ കാണിച്ചു തരാം. അതായത് ഈ ഒരു ഒഡീസുവിന്റെ പവർ എന്ന് പറയുന്നത് മറ്റുള്ള നാച്ചുറൽ എലമെന്റ്സിനെ ഒക്കെ കൺട്രോൾ ചെയ്ത് ഫൈറ്റ് ചെയ്യിപ്പിക്കാൻ സാധിക്കും. അങ്ങനെ ഗോകു പറന്ന് ഒഡീസുവിനെ അടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ഒഡീസു വിൻഡ് എനർജി വെച്ച് അതിൽ നിന്ന് ഡോഡ്
ഡോഡ്ജ് ചെയ്യുന്നു. എത്രയൊക്കെ ഗോകു അടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഒഡിസു ആ ഒരു കാറ്റിന്റെ പവേഴ്സ് വെച്ച് ഗോകുവിനെ തന്നെ കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് ഫൈറ്റ് പോകുന്നത്. അങ്ങനെ ഇപ്പോൾ ഒഡിസുവിനെ നോക്കിക്കഴിഞ്ഞാൽ മണ്ണിനടിയിൽ നിന്നും ഒരു ടെന്റക്കിൾസ് പോലെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് ഗോകുവിനെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ ഒഡിസു പറയും, എനിക്ക് നാച്ചുറൽ എലമെന്റ്സ് ഒക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും, പക്ഷെ അത് നീ കരുതുന്നത് പോലെയല്ല. ഈ ഒരു മാജിക് പവേഴ്സ് വെച്ച് പല വിഷയങ്ങളും എനിക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഐസ് പോലെയുള്ള ഒന്ന് ക്രിയേറ്റ് ചെയ്ത് ഗോകുവിനെ അടിക്കാൻ വേണ്ടി വരുമ്പോൾ ഗോകു ഹക്കായി പവേഴ്സ് ഒക്കെ വെച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ പിന്നെയും നമ്മുടെ ഒഡിസു എലമെന്റ്സ് വെച്ച് ഗോകുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നും ഗോകു അൾട്രാ ഇൻസ്റ്റിക്റ്റും ഡിസ്ട്രക്ഷൻ പവർ ഒക്കെ യൂസ് ചെയ്തിട്ടും എന്തുകൊണ്ടാണ് പിടിച്ചു നിൽക്കാൻ കഴിയാത്തതെന്ന്. നമ്മൾ തുടക്കത്തിലെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് ഈ ഒരു ഒഡിസു എന്ന് പറയുന്നത്, അതായത് ഈ സെലസ്റ്റൈൽ മേജിലുള്ള ആൾക്കാർ ഗോഡോ ഡിസ്ട്രക്ഷനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്, അത് മറന്നു പോരുത്. അങ്ങനെ ഇപ്പോൾ ഒഡിസുവിനെ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു പാറ കഷ്ണം എടുത്ത് അത് ചെറിയ കഷ്ണങ്ങളാക്കി ഗോകുവിന് നേരെ അറ്റാക്ക് ചെയ്യുന്നു. ഗോകു അതൊക്കെ ഡിസ്ട്രക്ഷൻ ടെക്നിക്ക് വെച്ച് എല്ലാം ഇല്ലാതാക്കുന്നുണ്ടെങ്കിലും ചിലതൊക്കെ ഗോകുവിന് നേരെ കൊള്ളുന്നുമുണ്ട്. അങ്ങനെ ഒഡിസു പറയാൻ തുടങ്ങും, ഗോകു എന്തൊക്കെ പറഞ്ഞാലും കുറച്ചു നാൾ മാത്രമേ ഈ ഒരു ഗോഡോ ഡിസ്ട്രക്ഷൻ ആയിട്ടുള്ളൂ, എന്നാലും ഒരു ഗോഡിന് ഉണ്ടായിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ഗോകുവിനുണ്ട്. അങ്ങനെ പിന്നെയും നമ്മുടെ ഒഡിസു തന്റെ എലമെന്റ്സ് വെച്ച് ഒരു ഷാർപ്പ് ആയിട്ടുള്ള ബുള്ളറ്റ്സ് പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു ബുള്ളറ്റ്സ് പോലെ ക്രിയേറ്റ് ചെയ്തതൊക്കെ ഗോകുവിനെ കൊണ്ടാൽ ഗോകുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. എന്നാൽ ഗോകു പിന്നെയും അതൊക്കെ ഹക്കായി പവേഴ്സ് വെച്ച് വാനിഷ് ചെയ്യുന്നുമുണ്ട്. അപ്പോഴാണ് ഗോകുവിന് മനസ്സിലാവുന്നത് ഇങ്ങനെ ദൂരെ നിന്ന് ഫൈറ്റ് ചെയ്താൽ ഒന്നും തന്നെ നടക്കുകയില്ല. അങ്ങനെ ഗോകു പരമാവധി ഒഡിസുവിന്റെ നേരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. എന്നാൽ അവന്റെ അടുത്തേക്ക് പോലും ഗോകുവിന് എത്താൻ സാധിക്കുന്നില്ല. ഒഡിസുവിനെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വാട്ടർ ഐസാക്കി അത് വെച്ച് ഗോകുവിനെ ഒക്കെ അറ്റാക്ക് ചെയ്യുന്നു. ഈ ഒരു എലമെന്റ്സ് വെച്ചിട്ടുള്ള ഫൈറ്റ് ഒക്കെ അത്യാവശ്യം അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അങ്ങനെ ഇവരുടെ ഫൈറ്റ് ഒക്കെ അത്യാവശ്യം നിർത്താതെയാണ് ഇങ്ങനെ പോകുന്നത്. അങ്ങനെ ഗോകു ഇങ്ങനെ മനസ്സിൽ പറയാൻ വേണ്ടി തുടങ്ങും, ഇവനെ ഞാൻ എങ്ങനെയാണ് ഡിഫീറ്റ് ചെയ്യേണ്ടത്, ഇവന്റെ അടുത്തേക്ക് പോലും എനിക്ക് പോകാൻ തന്നെ സാധിക്കുന്നില്ല. അപ്പോഴാണ് നമ്മുടെ ഒഡിസു പറയുന്നത്, ഞാൻ ഈ പ്ലാനറ്റിൽ ഉള്ളിടത്തോളം എന്റെ ഈ ഒരു പവേഴ്സ് വെച്ച് എനിക്ക് എല്ലാം തന്നെ ചെയ്യാൻ സാധിക്കുമെന്ന് പറയുന്നു. അപ്പോൾ തന്നെ ഗോകുവിന് ദേഷ്യം വന്ന്, നിനക്ക് ഈ ഒരു പ്ലാനറ്റിൽ ഉണ്ടെങ്കിൽ മാത്രമല്ല നിനക്ക് ഈ എലമെന്റ്സ് വെച്ചൊക്കെ ഫൈറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ഇപ്പോൾ തന്നെ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഒന്നും തന്നെ നോക്കാതെ തന്റെ ഹക്കായി പവേഴ്സ് വെച്ച് ആ പ്ലാനറ്റ് തന്നെ ഇല്ലാതാക്കി കളയുന്നു. അപ്പോഴാണ് നമ്മുടെ ഒഡിസു പറയുന്നത്, നീ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയേ ഇരുന്നില്ല, കാരണം നീ ഒരു മോർട്ടലിൽ നിന്ന് ഗോഡായപ്പോൾ ഇത്ര പെട്ടെന്ന് നിനക്ക് ഈ ഒരു പ്ലാനറ്റ് ഡിസ്ട്രോയ് ചെയ്യുമെന്ന് ഞാൻ കരുതിയിരുന്നതേ ഇല്ല. അങ്ങനെ നമ്മുടെ ഗോകു ഒഡിസിനോട് പറയുന്നു, നീയും ഒരു ഗോഡ്, പിന്നെ എന്തിനാണ് ഇതുപോലെ എലമെന്റ്സ് ഒക്കെ വെച്ച് ഇങ്ങനെ ചീപ്പായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്? അപ്പോഴാണ് ഒഡിസു പറയുന്നത്, നീ ഒരു മോർട്ടൽ ആയതിനു ശേഷമാണ് ഗോഡായിട്ട് വന്നത്, ഞാൻ ജനിക്കുമ്പോൾ തന്നെ ഗോഡായിട്ടുള്ള ആളാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നു. നമ്മളൊരു ഗോഡാകുന്നത് തന്നെ മറ്റുള്ള സാധനങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു എലമെന്റ്സ് ഒക്കെ വെച്ച് ഫൈറ്റ് ചെയ്യുന്നത് ഒരു ചീപ്പായിട്ടുള്ള സംഭവമൊന്നുമല്ല. അപ്പോഴാണ് നമ്മുടെ ഗോകു പറയുന്നത്, നമ്മൾ ഗോഡ് ആണെങ്കിലും ഈ ഒരു പവേഴ്സും അല്ലെങ്കിൽ ഈ പദവിയൊന്നും നമ്മൾ മിസ്യൂസ് ചെയ്യരുത്, കാരണം നമ്മുടെ താഴെയുള്ള മോർട്ടൽസ് ഒക്കെ നമ്മളെ പ്രതീക്ഷിച്ചാണ് ജീവിക്കുന്നത്. അങ്ങനെ ഇവർ ഓരോ കാര്യങ്ങളായിട്ട് സംസാരിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ഒഡിസു പറയും, നീ എത്രയൊക്കെ പറഞ്ഞാലും, നീ ഒരു ഗോഡാണെന്ന് പറഞ്ഞാലും, നീ ഇപ്പോൾ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഗോഡായിട്ട് മാറിയിട്ടില്ല, കാരണം നിന്റെ പെരുമാറ്റവും മറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നീ ഒരു നോർമൽ മോർട്ടൽ പോലെയാണ് പെരുമാറുന്നത്. അങ്ങനെ ഒഡിസു തന്റെ കോസ്റ്റ്യൂം ഒക്കെ മാറ്റുന്നു. അതായത് നമ്മൾ നേരത്തെ പൈക്കണെ പറഞ്ഞില്ലേ, പുള്ളിക്കാരൻ്റെത് പോലുള്ള ഒരു കോസ്റ്റ്യൂമിലാണ് ഇപ്പോൾ നമ്മുടെ ഒഡിസു ഉള്ളത്. അങ്ങനെ അതിനുശേഷം ഔട്ടർ സ്പേസിൽ നിന്ന് പിന്നെയും ഇവരുടെ ഫൈറ്റ് സ്റ്റാർട്ട് ആകുന്നു. ഇപ്പോൾ ഒഡിസുവിന് ഇവിടെ എലമെന്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഹാൻഡ് ടു ഹാൻഡ് ആയിട്ടാണ് ഫൈറ്റ് പോകുന്നത്. ഇവരിപ്പോൾ രണ്ടുപേരും ഗോഡായത് കൊണ്ട് ഔട്ടർ സ്പേസിൽ ഈസി ആയിട്ട് ഇവർക്ക് ഫൈറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നല്ല അടിപൊളിയായിട്ടാണ് ഇവരുടെ ഫൈറ്റ് മുൻപോട്ട് പോകുന്നത്. ഓരോ പ്ലാനറ്റിലേക്കും ഇവർ തെറിച്ചു വീഴുന്നതും ഒഡിസുവിന്റെ സ്പെഷ്യൽ മൂവ് ഒക്കെ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഫൈറ്റിൽ ഗോകു തെറിച്ചൊരു പ്ലാനറ്റിൽ വീഴുന്നു. അങ്ങനെ ഗോകു പറയും, ഔട്ടർ സ്പേസിൽ ഇവനെ ഈസി ആയിട്ട് അടിച്ചിടാം എന്നാണ് ഞാൻ കരുതിയത്, എന്നാൽ അതും നടക്കുന്നില്ലല്ലോ, ഞാൻ എന്തൊക്കെ ചെയ്യുമ്പോഴും എന്താണ് അവനൊന്നും ഏൽക്കാത്തത് എന്ന് നമ്മുടെ ഗോകുവിനോട് തന്നെ പറയുന്നു. അപ്പോഴാണ് ഒഡിസു പറഞ്ഞ കാര്യങ്ങൾ ഗോകുവിന് ഓർമ്മ വരുന്നത്. ഞാനൊരു ഗോഡായിരിക്കാൻ പറ്റിയ ആളല്ല, ഞാൻ ഇപ്പോഴും ഒരു കണക്കിന് ഒരു മോർട്ടൽ പോലെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഒരു കാര്യം വ്യത്യാസമാണ്, മറ്റുള്ളവരൊക്കെ വളരുന്നത് പോലെയല്ല ഞാൻ വളർന്നു വന്നത്. ഞാൻ എർത്തിലെ പ്ലാനറ്റിൽ ചേർന്നവനാണ്, മാസ്റ്റർ റോഷിയുടെ സ്റ്റുഡന്റ് ആയി, അതിനുശേഷം വിസിന്റെ സ്റ്റുഡന്റ് ആയി ഒക്കെ ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവസാനം ഞാൻ അൾട്രാ ഇൻസ്റ്റിക്റ്റ് ഒക്കെ പഠിച്ച് ഈ ഒരു യൂണിവേഴ്സിനെ തന്നെ പ്രൊട്ടക്ട് ചെയ്ത ഒരാളാണ്. ഞാനൊരു മോർട്ടലായി വളർന്നു വന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഗോഡ് എന്ന പദവിയിൽ ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഒഡിസുവിനെ നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റ്നിങ് പവേഴ്സ് ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ഈ സമയം നമ്മുടെ ഗോകു ആണെങ്കിൽ യാംസിയുടെ ടെക്നിക് ഒക്കെ യൂസ് ചെയ്യാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ ക്രില്ലിന്റെ മൂവും സോളാർ ഫ്ലെയർ പോലുള്ള ടെക്നിക്സ് ഒക്കെ ഇവിടെ നമ്മുടെ ഗോകു യൂസ് ചെയ്യുന്നു. അങ്ങനെ ഇതൊക്കെ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഒഡിസുവിനെ തിരിച്ച് ഒന്നും തന്നെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ഒഡിസു ആണെങ്കിൽ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്ത് അതിനകത്താണ് ഇരിക്കുന്നത്. അങ്ങനെ ഗോകു എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റന്റ് ടെലിപ്പോർട്ടേഷൻ യൂസ് ചെയ്ത് ആ ഒരു ബാരിയറിനകത്ത് കയറി അതിന്റെ ഉള്ളിൽ നിന്നും കാമയാമേഹ യൂസ് ചെയ്യുന്നു. ഈ ഒരു കാമയാമേഹ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവിടെ മാസ്റ്റർ റോഷിയുടെ ഒരിതും ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ അതോട്
കൂടി ഇന്നത്തെ പാർട്ടും അവസാനിക്കുന്നു. അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.